പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുമായി ഏറ്റുമുട്ടി സുരക്ഷാ സേന. കുൽഗാം വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 4 ഇടങ്ങളിൽ വെച്ച് സൈന്യം ഭീകരരുടെ തൊട്ടടുത്തെത്തി എന്നാണ് റിപ്പോർട്ടുകൾ. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇതിനിടെ വീണ്ടും പാക് വെടിവെപ്പുണ്ടായി. ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂടുതൽ ആയുധങ്ങൾ കൈമാറാനാണ് ചൈനയുടെ നീക്കം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഒപ്പം ഹാഷ്മി താജ് ഇബ്രാഹിമും ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, അവിടെ പാക് പ്രകോപനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ സൈന്യത്തിന് തൊട്ടടുത്ത് കിട്ടി എന്നുള്ളതാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് 6ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഈ ഭീകരവാദികളുടെ തൊട്ടു പിന്നാലെ തന്നെ സുരക്ഷാ സേന സഞ്ചരിക്കുകയാണ്. 5 ദിവസത്തിനിടെ 4 തവണ ഈ ഭീകരവാദികളും സുരക്ഷാ സേനയും തമ്മിൽ നോക്കിയാൽ കാണുന്ന ദൂരത്ത് എത്തിയെന്നും അതിൽ ഒരു തവണ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നുമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിൽ ആദ്യ തവണ ഈ ഭീകരരുമായി തൊട്ടടുത്ത സൈന്യം എത്തിയത് ഹർപത്നാർ എന്ന ഗ്രാമത്തിലെ സമീപമുള്ള വനമേഖലയിലാണ്. ഈ ഭീകരാക്രമണത്തിനിടെ ഭീകരവാദികളെ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ഇതിനിടെ ഏറ്റുമുട്ടൽ ഈ ഒരു ആക്രമണത്തിനിടെ കൊല്ലപ്പെടുകയും ചെയ്ത കശ്മീർ സ്വദേശി ആദിൽ ഹുസൈൻ ഷായുടെ വീടിന് സമീപമുള്ള പ്രദേശമാണ് ഈ വനമേഖല എന്നുള്ളത്. അവിടെ വെച്ച് എന്നാൽ സുരക്ഷാ സേനയെ കണ്ടതോടെ ഭീകരവാദികൾ വനമേഖലയ്ക്ക് ഉള്ളിലേക്ക് ഒളിക്കുകയായിരുന്നു. തുടർന്ന് കുൽഗാമിൽ വെച്ചാണ് വീണ്ടും കണ്ടുമുട്ടുന്നത്. അവിടെ വെച്ച് ഏറ്റുമുട്ടലുണ്ടായി. അല്പസമയം മാത്രമാണ് ഈ ഏറ്റുമുട്ടൽ നീണ്ടു നിന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഭീകരർ പ്രദേശത്തുള്ള ഉൾക്കാടുകളിലേക്ക് ഒളിച്ചു. ഈ മേഖലയിലെ കടുത്ത വനമേഖല തന്നെയാണ്, ദുർഘടമായ സാഹചര്യങ്ങളുള്ള വനമേഖല. ആകാശമാർഗം തെരച്ചിൽ നടത്താൻ കഴിയാത്തവണ്ണം തിങ്ങി നിറഞ്ഞ കാടുകളാണ് ഈ മേഖലയിലുള്ളത് എന്നതുകൊണ്ട് തന്നെ മനുഷ്യനെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ മാത്രമാണ് പ്രായോഗികമാകുന്നത്. അതുതന്നെയാണ് ഈ തെരച്ചിൽ നീണ്ടുപോകാൻ കാരണമാകുന്നതെങ്കിലും തൊട്ടടുത്തായി തന്നെ ഈ സുരക്ഷാ സേന സഞ്ചരിക്കുന്നുണ്ട്. അതിനിടെ ലഭിച്ചിരിക്കുന്ന നിർണായക വിവരം എന്നുള്ളത് ഭീകരരുടെ ഭക്ഷണം, അവർ കരുതിയിരുന്ന ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനകളും ലഭിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രാത്രിയിൽ വനമേഖലയോട് ചേർന്ന ഗ്രാമീണ പ്രദേശത്ത് ഒരു വീട്ടിൽ കയറി ഇവർ ഭക്ഷണം മോഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഈ വീട്ടുകാർ സുരക്ഷാ സേനയെ അറിയിക്കുകയും സുരക്ഷാ സേന അവിടേക്ക് എത്തിയപ്പോഴേക്കും ഭീകരർ ആ മേഖലയിൽ നിന്നും കടന്നു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭീകരർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദിശയോ അല്ലെങ്കിൽ ആ ഇപ്പോഴുള്ള പ്രദേശമോ നമുക്ക് പങ്കുവെക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള അത് ഈ തെരച്ചിൽ നടപടികളെ ഉൾപ്പെടെ ബാധിക്കും എന്നതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഭീകരവാദികളെ ഉടൻ തന്നെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവരെ വധിക്കാനോ പിടികൂടാനോ കഴിയും എന്ന ആത്മവിശ്വാസം സുരക്ഷാ സേനയ്ക്കുണ്ട്. കൃത്യമായി അവരുടെ നീക്കങ്ങൾ വിലയിരുത്താൻ പറ്റുന്നു. വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ഭീകരർ എത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് പ്രാദേശിക സഹായം ലഭിക്കാവുന്ന കേന്ദ്രങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കാനുള്ള ശ്രമമാണ് സുരക്ഷാ സേനയും ജമ്മുകശ്മീർ പോലീസും ചേർന്ന് നടത്തുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് ശ്രീനഗറിൽ നിന്ന്.